ഹായ്, എല്ലാവർക്കും ഹയ ഫാദീസ് വേയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രെഡും ഇതുപോലെ ആക്കി എടുക്കുക. എല്ലാ ബ്രെഡും അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നും എടുത്ത് ഒരു 100 ml പാലും 2 മുട്ടയും ഉപ്പും കുരുമുളകും കൂടി നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ച മിശ്രിതത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ടിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുക. നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ബ്രെഡ് കൊണ്ടുള്ള നമ്മുടെ ഔട്ടർ പാർട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. അപ്പം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുക.
ഇപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ച് നടുക്കൂടെ കട്ട് ചെയ്യാം. കണ്ടോ, നല്ല പോക്കറ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. അത് വിട്ടൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല പോക്കറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കാം. കറക്റ്റ് നടുക്ക് വെച്ച് തന്നെ കട്ട് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം. നന്നായിട്ട് ഫില്ലിങ്സ് നിറയ്ക്കുക. അപ്പോൾ കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.